പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മറ്റേ റിപ്പബ്ലിക്കിൻ്റെ ഓട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ സ്നാക്സിൻ്റെ മുതലാളി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രിപ്പ് കഴിഞ്ഞ് വണ്ടി ആ വഴി വരുന്നത്, അപ്പോൾ വീട്ടിൽ ഒന്ന് ഇട്ടിട്ട് നീ കഴുകിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോരാൻ പറഞ്ഞു വീട്ടിനങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വണ്ടിയെ വന്നവന്മാരെ പിടിച്ച് ട്രാവലറെ കയറ്റി അവന്മാരെ ഓട്ടവും വിട്ടു. അങ്ങനെ അമ്മ രണ്ടിനും ട്രാവലറിൽ ഓട്ടം പോയി. ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാർ വാഷിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകാനായിട്ട്. അപ്പം ഇനി വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകിയിട്ട് വേണം നമുക്ക് വണ്ടിയായിട്ട് അണ്ണൻ്റെ മുതലാളിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നു കഴുകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ മെഷീൻ വാഷിങ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ നല്ല കുളിച്ച് കൂട്ടാൻ പറ്റാൻ ചെറുക്കൻ ഇപ്പം തന്നെ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അവസാന കുളിയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ. അപ്പം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയും കാര്യങ്ങളെല്ലാം സെയിലിനിടുവാന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് വണ്ടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാന്ന് പറഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളെല്ലാം ഓൾറെഡി സെയിലിന് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയൊരു ടീമും കാര്യങ്ങളെല്ലാം വന്നു, ഫണ്ടും കാര്യങ്ങളെല്ലാം സെറ്റാണ്. സോ അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ BS6 യുഗമാണല്ലോ. സോ ഓട്ടവും എല്ലാം BS6 വണ്ടികൾ കൊണ്ടുപോവാണ്. സോ അതുകൊണ്ട് നമ്മൾ BS6 ഓൾറെഡി എടുത്ത് പണിയാൻ ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പിലും കാര്യങ്ങളെല്ലാം ഇട്ടേക്കുവാണ്. ഓഡിയോയും പരിപാടിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വർക്ക്ഷോപ്പിനവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ലാസ്റ്റ് ഒരു വോക്കലും കാര്യങ്ങളെല്ലാം ഇട്ടു. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കുവാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിപ്പം BS6 വണ്ടി ഉണ്ടല്ലോ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ്, പിന്നെ 2 വണ്ടിയുടെ ആവശ്യമില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് അണ്ണൻ പറഞ്ഞത് കൊടുക്കുവാന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ ആയിട്ട് പരിപാടിയും കഴിഞ്ഞ് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അണ്ണൻ്റെ വീട്ടിലോട്ടാണ്. അണ്ണനെ വിളിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു അണ്ണൻ ജസ്റ്റ് ഇപ്പോൾ പുറത്ത് വരെ പോയതാണ്, അണ്ണൻ വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒതുക്കിയിടുകയാണ്. ഓക്കെ, എന്നിട്ട് ഇറങ്ങിയിട്ട് വണ്ടിയുടെ ഒരു ഫോട്ടോ പരിപാടിയൊക്കെ എടുക്കണം ലാസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുൾ നെയിം ബോർഡും ലൈറ്റും കാര്യങ്ങളെല്ലാം ഓണാക്കി ഇട്ടേക്കണം. ചെറിയൊരു വോക്കലും കാര്യങ്ങളെല്ലാം നമ്മൾ അണ്ണൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പം അണ്ണൻ ഏകദേശം ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ ഇനിയിപ്പോൾ ഈ പേരിൽ വണ്ടി മറ്റൊരു നാട്ടിൽ മറ്റൊരു പേരിലൊക്കെ അപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം അങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മൾ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാനും അണ്ണനും കൂടെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം സ്റ്റിക്കർ ഷോപ്പിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഓരോരോ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിക്കണം. അതുപോലെ തന്നെ നെയിം ബോർഡും കാര്യങ്ങളെല്ലാം ഊരണമായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് സ്റ്റിക്കർ ഷോപ്പിൽ വയ്ക്കുവാണ്. ഓക്കെ, മൊത്തത്തിൽ ഒരു വിഷമം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് നല്ല രീതിക്ക് വണ്ടി ഓട്ടവും കാര്യങ്ങളെല്ലാം ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു 10-20 ട്രിപ്പോളം നമ്മുടെ വണ്ടി ഇരുന്നിട്ട് ഓടിയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ഞാൻ ഒരു 5-6 ട്രിപ്പിലും പോയി, അതുകൂടാണ്ട് അമ്മമാരായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മളങ്ങനെ സ്റ്റിക്കർ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റിക്കറും ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് പതുക്കെ അഴിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം അഴിച്ചിട്ട് ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. 2 hours later. അപ്പോൾ 1-2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ വണ്ടിയിലുള്ള ലൈറ്റും കാര്യങ്ങളും സ്റ്റിക്കറും ഒരുവിധം എല്ലാം അഴിച്ചിട്ടുണ്ട്. ഓക്കെ, നെയിം ബോർഡും കാര്യങ്ങളെല്ലാം ഊരിയെടുത്തു. അതുപോലെ തന്നെ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ കളർ കോഡ് ലൈനും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ക്യാബിന് ജസ്റ്റ് നോർമൽ ലൈറ്റും കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം നേരെ എടുത്തു. ഇനിയിപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഇനി അടുത്ത ടാസ്ക്. അത് ഞാൻ അണ്ണനും മാറി മാറി ഓടിച്ചത്. അണ്ണൻ കുറേ നേരം ഓടിച്ചായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഞാനാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഓടിച്ച് അവിടെ കൊണ്ടിടുന്നത്. അപ്പോൾ പുള്ളിയും കുറച്ച് വിഷമത്തിലാണ്. അപ്പം ഇവരുടെ ആദ്യത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നേരെ പോകുന്നു. അപ്പം നമ്മുടെ BS6ൻ്റെ പണി നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ സർക്കൻ കളത്തിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു. വഴിയിൽ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അഴിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് ലേറ്റാകാൻ കാരണം വേറെ ഒന്നുമില്ല, ചെറിയൊരു മഴയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ടിരുന്ന് അഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും സൈഡിലും 2 KSRTCയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം അവർ പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടിയൊക്കെ ആയിട്ട് നേരെ പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ കയറ്റി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീട് നമുക്ക് ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് കൊണ്ട് തിരിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതൊരു കടലിനോട് എന്തോ ചേർന്ന ഒരു സംഭവം സെറ്റപ്പാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ലൊക്കേഷൻ അയച്ചു, നമ്മളവിടെ വണ്ടിയായിട്ട് ഇങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പം പുറത്ത് വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് ഒതുക്കിയിടാം. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ
ഈ വണ്ടി നമ്മളോട് വിട പറയുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ അടുത്തുള്ള വീടുകളെല്ലാം ഇവരുടെ സ്വന്തക്കാരുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2-3 ഫ്രണ്ട്സ് കൂടി പാർട്ണർഷിപ്പിൽ തുടങ്ങിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നെറ്റിയിൽ നാമം എല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫണ്ടും കാര്യങ്ങളെല്ലാം സെറ്റിലായി. അപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം അകത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പതുക്കെ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.